Hi friends, welcome to the coffee mug. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ രുചികരവുമായിട്ടുള്ള ഒരു സ്വീറ്റിന്റെ റെസിപ്പിയാണ്. മിൽക്ക് പൗഡർ കോക്കനട്ട് ലഡു. മധുരം താല്പര്യമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ലഡുവാണിത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ലഡു ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ലഡു ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മിൽക്ക് പൗഡർ, സ്വീറ്റ് ആയിട്ടുള്ള മിൽക്ക് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പും 2 ടേബിൾ സ്പൂണും ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് മിക്ക സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. തേങ്ങ ചിരകിയത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഡ്രൈ ആക്കി എടുക്കുക. തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനായും വറ്റിച്ച് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. കളർ മാറിപ്പോകരുത്. അതിനു മുൻപ് തീ ഓഫ് ചെയ്യണം. ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന തേങ്ങ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി നൈസായി പൊടിയണ്ട, ചെറിയ തരികളായി കിടക്കണം. 1/4 കപ്പും 2 ടേബിൾ സ്പൂണും പാല്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ലഡു തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് നന്നായി ചൂടായി മെൽറ്റായി വരട്ടെ. നെയ്യ് മെൽറ്റായി കഴിയുമ്പോൾ പാൽ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാം. പാലും കൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് 2 പ്രാവശ്യമായി ആഡ് ചെയ്യുകയാണെങ്കിൽ നന്നായി മിക്സായി കിട്ടാൻ എളുപ്പമായിരിക്കും. ഒരു സ്പാറ്റില വെച്ച് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സായി കിട്ടേണ്ടതാണ്. ഇങ്ങനെ 1 മുതൽ 1.5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇളക്കി കഴിയുമ്പോൾ വെള്ളം ചെറുതായെന്ന് വറ്റും. ഈ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പഞ്ചസാര നല്ല ഫൈനായി പൊടിച്ച് അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായി ഇളക്കി ചേർക്കാം. പഞ്ചസാര മെൽറ്റായി വരും തോറും നമ്മുടെ ഈ മിക്സ് കുറച്ച് ലൂസായി വരും. അതിനുശേഷം തിക്കാകാൻ തുടങ്ങും. ഈ സമയം ഒക്കെയും കട്ടകളൊന്നും ഉണ്ടാകാതിരിക്കാൻ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. സ്പാറ്റില വെച്ച് ഇതുപോലെ തേച്ചെടുക്കുകയാണെങ്കിൽ കട്ടകളൊക്കെ പോയി നല്ല സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഇതും നല്ലതുപോലെ സ്പാറ്റില വെച്ച് തേച്ച് കൂട്ടിയെടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വെള്ളമൊക്കെ വലിഞ്ഞ് മാവ് മുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷവും 1 മിനിറ്റെങ്കിലും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാം. ചൂടാറാൻ നിൽക്കണ്ട. കയ്യിലെടുത്ത് ഉരുട്ടാൻ പാകത്തിന് ചൂടാകുമ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഉരുട്ടുന്നതിന് മുൻപ് കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടുകയാണെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാനിവിടെ ചെറിയ സൈസിലുള്ള ലഡുവാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളവയും കൂടെ ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ എനിക്ക് 17 കോക്കനട്ട് ലഡു കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്. വളരെ എളുപ്പമല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.